ഒരു നീതിമാന്റെ രക്തത്തിനായി ദാഹിച്ച സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ ദ്രംഷ്ടകളുടെ മൂർച്ചയുള്ള മുനകളാണ് കോടതി കഴിഞ്ഞ ദിവസം ഉടച്ചു കളഞ്ഞത്. രാജ്യത്ത് നീതിയുടെ അംശം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഡൽഹിയിൽ അധികാരം പിടിച്ചടക്കിയ കാലം മുതൽ മോദിയുമായി കടുത്ത പരസ്യ പോരാട്ടത്തിലായിരുന്നു കെജ്രിവാൾ. അത് മോദിയെയും BJPയെയും വൈരത്തിലാക്കുക മാത്രമല്ല, ഏത് വിധേനയും അദ്ദേഹത്തെ പൂട്ടിയില്ലെങ്കിൽ തങ്ങളുടെ നില തെറ്റുമെന്ന് മനസ്സിലാക്കിയ BJP കരുക്കൾ നീക്കിക്കൊണ്ടേയിരുന്നു. മോദിയുടെ സർവാധികാരത്തിൻ്റെ മൂക്കിന് താഴെ ഒറ്റയാൾ പട്ടാളമായി കുതിച്ചുയരുന്ന കെജ്രിവാൾ മോദിയുടെ തലവേദനയായി മാറിയതിന് പിന്നാലെയാണ് ചതിയുടെ ചതുരംഗ പലകയിൽ BJP കുതന്ത്രങ്ങൾ മെനഞ്ഞത്. അങ്ങനെയാണ് 2024 മാർച്ച് 21 രാത്രി 9 മണിയോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹി മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 9 സമൻസുകൾക്ക് മറുപടി നൽകാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. BJPയുടെ നിർദ്ദേശപ്രകാരമാണ് തനിക്കെതിരെ ED തുടർച്ചയായ സമൻസുകൾ അയക്കുന്നതെന്നാണ് കെജ്രിവാൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് അതിന് മറുപടി നൽകാതെ ഞാൻ മാറി നിന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. പിന്നീട് 2024 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിനായി പ്രചരണം നടത്തുന്നതിനായി 2024 മെയ് 10 മുതൽ 2024 ജൂൺ 1 വരെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഈ ജാമ്യകാലാവധി അവസാനിച്ചതിന് ശേഷം 2024 ജൂൺ 2 കെജ്രിവാൾ തീഹാർ ജയിലിൽ കീഴടങ്ങി. ജൂൺ 20 ഡൽഹി വിചാരണ കോടതി കെജ്രിവാളിന് വീണ്ടും ജാമ്യം അനുവദിക്കുകയുണ്ടായി. പിന്നീട് അത് ജൂൺ 21 ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. കെജ്രിവാളിനെ 3 ദിവസം ചോദ്യം ചെയ്യുകയും 2024 ജൂൺ 26 തീഹാർ ജയിലിൽ നിന്ന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ജൂലൈ 12 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീണത്. കോടതി ഞങ്ങളുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞു, നീതി നടപ്പാക്കിയെന്ന് കെജ്രിവാൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണിത് എന്നും കെജ്രിവാൾ പറയുന്നു. കേസിലെ മറ്റ് 23 പ്രതികൾക്കെതിരെയും തെളിവുകളില്ലെന്നും സ്പെഷ്യൽ ജഡ്ജി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. വിധിക്ക് പിന്നാലെ കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ട കെജ്രിവാൾ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞുപോയി. ദൈവം ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് കെജ്രിവാൾ പറയുമ്പോൾ ഒരു നീതിമാന്റെ വിലാപങ്ങളാണ് രാജ്യം കാതോർത്തത്. തങ്ങൾ എന്നും പറഞ്ഞിരുന്ന സത്യം ഒടുവിൽ ജയിക്കുമെന്നാണ്. ഒരു മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് ജയിലിലടക്കുകയാണ് ഉണ്ടായത്. തങ്ങൾക്കെതിരെ ചെളിവാരി എറിയാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ അങ്ങേയറ്റം സത്യസന്ധനായി നിലകൊണ്ടു, അത് ദൈവം കണ്ടു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു സാക്ഷിമൊഴി പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് വിചാരണ കോടതി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസിലെ കള്ളക്കളികളാണ് പുറന്തോട് നീക്കി പുറത്തു വരുന്നത്. കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധത മാത്രമാണ് ഞാൻ നേടിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അധികാരത്തിനായി സർക്കാരുകളെ അട്ടിമറിക്കരുതെന്നും ജനങ്ങളെ സേവിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരണമെന്നും അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുകയുമുണ്ടായി. CBI സമർപ്പിച്ച 1000 പേജോളം വരുന്ന കുറ്റപത്രത്തിൽ പിഴവുകളുണ്ടെന്നും പ്രതികൾക്കെതിരെ ഒരു സാക്ഷിമൊഴി പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നും വിചാരണ കോടതി കുറ്റപ്പെടുത്തുമ്പോൾ സത്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച സൗത്ത് ഗ്രൂപ്പ് എന്ന പ്രയോഗത്തെയും കോടതി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഈ വാക്ക് ഉപയോഗിച്ചതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്നും ആരാണിത് രൂപപ്പെടുത്തിയതെന്നും കോടതി ചോദിച്ചു. CBI കെട്ടിച്ചമച്ച ഗൂഢാലോചന വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന്, തെളിവുകളുടെ പിൻബലമില്ലെന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അഴിമതി, തൊഴിലില്ലായ്മ, മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരങ്ങളാണ് പാർട്ടികൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. അതിൽ BJP പരാജയപ്പെടുകയാണ് എന്നും ഡൽഹി മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കുന്ന 2 കേസുകളും ED അന്വേഷിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ബന്ധപ്പെട്ട ഒരു കേസുമാണ് ഇന്ന് നിലവിലുള്ളത്. മദ്യവിൽപ്പനയ്ക്ക് ലൈസൻസ് നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നതായാണ് പ്രധാന ആരോപണം BJP ഉന്നയിക്കുന്നത്. നയരൂപീകരണ നടപടിക്രമങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ 2022 ജൂലൈയിൽ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേസ് ഉയരുന്നത്.
അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സർക്കാരിന് 580 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലൈസൻസ് ഫീസ് കിഴിവുകൾ, പിഴവുകളിലെ ഇളവ്, മഹാമാരിയുമായി ബന്ധപ്പെട്ട ഇളവുകളും തുടങ്ങി മദ്യവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നടത്തിപ്പുകാരിൽ നിന്നും ആം ആദ്മി സർക്കാരും നേതാക്കളും പണം വാങ്ങി എന്നുമാണ് ആരോപണം നിലനിൽക്കുന്നത്. കൂടാതെ ഈ പണം 2022 പഞ്ചാബിലും ഗോവയിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ചെലവഴിച്ചതായും കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിപ്പോർട്ട് CBIക്ക് കൈമാറിയതോടെയാണ് സിസോദിയയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. സിസോദിയ, AAP കമ്മ്യൂണിക്കേഷൻസ് ഇൻചാർജ് വിജയ് നായർ എന്നിവർ ഉൾപ്പെടെ 14 പേരെയാണ് CBI FIRൽ ഉൾപ്പെടുത്തിയത്. അന്ന് തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സൗത്ത് ഗ്രൂപ്പിന് മദ്യവിതരണ സോണുകൾ ലഭിക്കാൻ 100 കോടി കൈക്കൂലി വാങ്ങിയതായും ED ആരോപിക്കുന്നുണ്ട്. അടുത്തിടെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളും BRS നേതാവുമായ K കവിത സൗത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്നും അരവിന്ദ് കെജ്രിവാളുമായും സിസോദിയുമായും ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഓങ്കോർ MP മകുണ്ട ശ്രീനിവാസലു റെഡ്ഡിയുടെ മകൻ രാഘവ് മകുണ്ട, PV രാംപ്രസാദ് റെഡ്ഡിയുടെ മകൻ P ശരത് ചന്ദ്ര റെഡ്ഡി, ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അരബിന്ദോ ഫാർമയുടെ സഹസ്ഥാപകർ എന്നിവരും സംഘത്തിൻ്റെ ഭാഗമാണെന്ന് ആരോപിക്കുന്നു. മുൻപ് പ്രധാന പ്രതികളിൽ ഒരാളായ സമീർ മഹേന്ദ്രവുമായി കെജ്രിവാൾ വീഡിയോ കോളിലൂടെ സംസാരിച്ചതായും കൂട്ടുപ്രതിയായ വിജയ് നായർക്കൊപ്പം പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടതായും പ്രോസിക്യൂഷൻ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓഗസ്റ്റ് 19-ന് 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 31 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. ഫെബ്രുവരി 26-ന് മനീഷ് സിസോദിയയെ CBI അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാജ്യസഭാ MP ആയിരുന്ന സഞ്ജയ് സിംഗാണ് മദ്യനയ കേസിൽ പിന്നീട് അറസ്റ്റിലാകുന്ന AAP നേതാവ്. സിസോദിയയുടെ അറസ്റ്റിന് മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ അറസ്റ്റ്. 2 ഘട്ടങ്ങളിലായി കെജ്രിവാൾ 126 ദിവസവും മനീഷ് സിസോദിയ 530 ദിവസവുമാണ് റിമാൻഡിൽ ഉണ്ടായിരുന്നത്. 2014 മുതൽ 2025 വരെ ഡൽഹി ഭരിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഡൽഹി പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോഴാണ് BJP ആം ആദ്മി പാർട്ടിയെ പൂട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയത്. നീതിയുടെ പടവാളുമായി ജനത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കിയ കെജ്രിവാളിൻ്റെ ഭരണത്തിൽ വിളറി പൂണ്ട BJP കെട്ടിച്ചമച്ച തിരക്കഥ രംഗത്ത് അവതരിപ്പിക്കുകയായിരുന്നു ED. ഡൽഹിയിൽ തുടങ്ങിയ ആം ആദ്മിയുടെ വളർച്ച രാജ്യത്ത് പലയിടങ്ങളിലും വ്യാപിച്ചു. പഞ്ചാബിൽ ഭരണം പിടിച്ചു. ഗുജറാത്തിൽ ആം ആദ്മിയുടെ വളർച്ച ത്വരിതഗതിയിലായി. ഇങ്ങനെ പോയാൽ രാജ്യത്ത് ആം ആദ്മി പാർട്ടി BJPയെ നിലംപരിശാക്കും, അത് വളരും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അമിത്ഷായ്ക്കും മോദിക്കും മദ്യനയം വീണ് കിട്ടുന്നത്. പക്ഷേ കെജ്രിവാൾ ഇപ്പോൾ മോദിയോട് പറയുന്നത് ആ വിജയം ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചുവരവാണ് എന്നാണ്. ഇനി നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാകും ഞങ്ങൾ സമ്മാനിക്കുക. നീതിയുടെ പടവാളും അഗ്നിശുദ്ധിയുടെ ജാലയും ഞങ്ങളിലുണ്ട്. നിങ്ങളെ BJPയെ തൂത്തുവാരാൻ ചൂലുമായി ഞങ്ങൾ പടപ്പുറപ്പാടിനിറങ്ങുകയാണ്. നീതിയാണ് ഞങ്ങളുടെ ശക്തി. പലതിനും നിങ്ങൾ ഇനി ഉത്തരം നൽകേണ്ടി വരും മിസ്റ്റർ മോദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.